പ്രീതിപ്പെടുത്താത്ത ഭാഷയും മുഖത്തടിച്ചതുപോലുള്ള മറുപടിയും. അതുകൊണ്ടായിരിക്കണം എപ്പോഴും ആ താരം വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത്. പക്ഷെ വിവാദങ്ങൾ എന്തു തന്നെയായാലും അദ്ദേഹത്തിന്റെ ഒരു സിനിമ മതി അതിനെല്ലാം മറുപടി പറയാൻ. അതിൽ എടുത്തു പറയേണ്ടതാണ് ജയിലർ എന്ന സിനിമയിലെ പ്രകടനം. സാക്ഷാൽ രജനീകാന്തിന്റെ വില്ലനായി വന്ന് ഒരൊറ്റ ചോദ്യം, മനസ്സിലായോ സാറേ? അത് മാത്രം മതിയായിരുന്നു അയാൾ അതുവരെ വഴിവെച്ച വിവാദങ്ങൾ ഇല്ലാതാക്കാൻ. അതുകൊണ്ടും തീർന്നില്ല, ഇനിയും ഏറെ മനസ്സിലാക്കാനുണ്ട്. അതെ, അതാണ് വിനായകൻ. ഇപ്പോഴിതാ മെഗാസ്റ്റാർ മമ്മൂക്കയ്ക്കൊപ്പം കളങ്കാവൽ എന്ന ചിത്രത്തിൽ വേഷമിടുമ്പോൾ വിനായകനിലെ നടനെ വീണ്ടും അടയാളപ്പെടുത്തുന്നുണ്ട് അദ്ദേഹം. വില്ലനും ഹീറോയും സഹനടനും അങ്ങനെ ഏത് റോളും ഇവിടെ പോകുമെന്ന് അഭിനയിച്ച് തെളിയിക്കുന്നുണ്ട്. ചിത്രത്തിൽ വിനായകൻ നായകൻ, ഞാൻ പ്രതിനായകൻ എന്ന മമ്മൂക്കയുടെ ആ വാക്ക് ഏതൊരു അഭിനയമോഹിയുടെയും സ്വപ്ന സാക്ഷാത്കാരമാണ്. കാണാതായ ഒരു പറ്റം സ്ത്രീകളെ കുറിച്ച് അന്വേഷിക്കുന്ന പോലീസ് ഓഫീസറായി വിനായകൻ എത്തുമ്പോൾ മനുഷ്യരെ കൊല്ലുന്നതിൽ സുഖം കണ്ടെത്തുന്ന ഒരു സൈക്കോ കൊലയാളിയായാണ് മമ്മൂക്ക എത്തുന്നത്. സിനിമ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് വിനായകനെ കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാടുകൾ മമ്മൂട്ടി പറഞ്ഞിരുന്നു. വിനായകൻ ഒരുപാട് കുസൃതി കാണിക്കുമെങ്കിലും ഇയാളുടെ സിനിമകൾ കാണുമ്പോൾ ഒരു വാത്സല്യം തോന്നിപ്പോകും. സംസാരിക്കാൻ അറിയില്ലെങ്കിലും നന്നായി അഭിനയിക്കാൻ വിനായകൻ അറിയാം. മലയാളത്തിന്റെ ഈ മെഗാസ്റ്റാറിന്റെ വാക്കുകൾ മാത്രം മതി വിനായകൻ എത്ര നല്ല നടനാണെന്നറിയാൻ. ആദ്യമെല്ലാം വിനായകന്റെ കഥാപാത്രങ്ങളിൽ മിക്കതും കൊട്ടേഷൻ അംഗമോ ചുരുങ്ങിയ ഭാഗങ്ങളിൽ വന്നു പോകുന്നതോ ആയിരുന്നു. ഒരുപക്ഷെ കമ്മട്ടിപ്പാടം എന്ന സിനിമ ഇറങ്ങിയില്ലായിരുന്നെങ്കിൽ ഈ കഥാപാത്രങ്ങളുമായി മുന്നോട്ട് പോകുമായിരുന്നു എന്ന് താരം ഇടയ്ക്ക് പറഞ്ഞിരുന്നു. സിനിമയോടുള്ള അമിത ആവേശം മൂലം അഭിനയ രംഗത്തേക്ക് കടന്നു വന്ന ആളല്ല അദ്ദേഹം. 1994-95 കാലത്ത് സിനിമയിലേക്ക് കടന്നു വരുമ്പോൾ ഭക്ഷണത്തിനുള്ള വക കണ്ടെത്തൽ മാത്രമായിരുന്നു ഉദ്ദേശം. സംവിധായകൻ തമ്പി കണ്ണന്താനമാണ് ചലച്ചിത്ര ലോകത്തേക്കുള്ള വാതിൽ വിനായകന് തുറന്നു നൽകിയത്. പിന്നീട് തുടരെ സിനിമകൾ. 1995 പുറത്തിറങ്ങിയ മാന്ത്രികം എന്ന ചിത്രത്തിലൂടെ വിനായകൻ തന്റെ സ്ഥാനം സിനിമാ ലോകത്ത് കണ്ടെത്താൻ ശ്രമിച്ചു. പൊതുവെയുള്ള സിനിമാ സങ്കല്പങ്ങളെ പൊളിച്ചടക്കിക്കൊണ്ട് വിനായകൻ വെള്ളിത്തിരയിലേക്ക് കടന്നു വന്നപ്പോൾ മുഖം തിരിച്ചവരായിരുന്നു മിക്കവരും. ഗ്ലാമർ സങ്കല്പങ്ങൾക്ക് വിപരീതമായുള്ള രംഗപ്രവേശനം വിനായകനെ ഇത് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കി. പിന്നീട് അഭിനയിച്ച സിനിമകളിലെല്ലാം നായകനേക്കാൾ കയ്യടി വാങ്ങുന്ന താരമായി മാറി വിനായകൻ. ചെയ്യുന്ന ഓരോ കഥാപാത്രങ്ങളും കാലം എത്ര കഴിഞ്ഞാലും ഓർത്തു വെക്കപ്പെടും. സമൂഹത്തിലെ ശരികൾ പലതും അയാൾക്ക് തെറ്റായിരുന്നു. ഓൺ സ്ക്രീനിലെ വിനായകനല്ല ഓഫ് സ്ക്രീനിൽ. തനിക്ക് ഇഷ്ടപ്പെടാത്ത ചിന്തകളോട് യോജിക്കാത്ത എന്തിനും വിനായകൻ പ്രതികരിക്കും, അതും രൂക്ഷമായി തന്നെ. മറ്റുള്ളവരെ പ്രീതിപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു വാക്കുപോലും വിനായകനിൽ നിന്ന് കേൾക്കാൻ കഴിയില്ല. മറിച്ച് ഓരോ വിഷയത്തിലും അദ്ദേഹത്തിൻ്റെതായ ശരികളുണ്ട്. അത് വിനായകൻ വിളിച്ചു പറയുകയും ചെയ്യും. അങ്ങനെ വിനായകൻ ഏറെ വ്യത്യസ്തനാണ്. പക്ഷെ അഭിനയത്തിൽ അയാളിൽ ഒരു നെഗറ്റീവ് കണ്ടെത്താൻ ഇനിയും ആർക്കും കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഓരോ ചിത്രവും ഓർമ്മിപ്പിക്കുന്നുണ്ട് വിനായകൻ ഇവിടെ തന്നെ കാണുമെന്ന്.